ഒരു മുൻമന്ത്രിയാണ് ഈ പണി ചെയ്തത് എന്ന് പറയുന്നവർക്ക് വിവരമില്ലേ? മുൻമന്ത്രിയല്ല, ഒരു കേസ് ഒറ്റയ്ക്ക് നടത്താൻ പോലും പ്രാപ്തിയാകാത്ത വക്കീൽ കുഞ്ഞാണ്. അങ്ങനെയുള്ള ഒരു വക്കീൽ കുഞ്ഞിനെ ഹൈക്കോടതിയിൽ സീനിയർ ക്രിമിനൽ അഭിഭാഷകനും സെലിൻ ഫിലിപ്പും ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ട് പിടിക്കപ്പെടാതിരിക്കാൻ ജൂനിയർ വക്കീലിനെ കരുവാക്കി ഒപ്പിടിവിച്ചാണ് കോടതിയിൽ പ്രതി ശിക്ഷിക്കപ്പെട്ടിരിക്കെ ആ പ്രതിയെ വളഞ്ഞ വഴിയിലൂടെ കൃത്രിമം കാണിച്ച് രക്ഷപ്പെടുത്താൻ കുഞ്ഞിരാമ മേനോനും സെലിൻ ഫിലിപ്പും അറിയാതെ ഈ കൊച്ചുപയ്യൻ വക്കീല് കക്ഷിയുടെ കാശ് മേടിച്ച് കോടതി മുറിയിലെ തൊണ്ടി സാധനം എടുത്ത് കൃത്രിമം കാണിച്ച് വെച്ചതാണോ? അങ്ങനെ ആർക്ക് ആരോപിക്കാൻ കഴിയും? അങ്ങനെ ആരോപിക്കാൻ കഴിയില്ല എന്നതിന് തെളിവാണ് ഹൈക്കോടതി വക്കീൽ തന്നെ സെഷൻസ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ക്രോസ് വിസ്താരം ചെയ്തപ്പോൾ ഷെഡ്ഡിക്കാര്യം പരാമർശിച്ചത്. അപ്പോൾ ആർക്കാണ് ഉത്തരവാദിത്വം? ആ നിലയ്ക്ക് യഥാർത്ഥ പ്രതികൾ ഈ സീനിയർ വക്കീലന്മാർ രണ്ടുമാണെന്ന് വ്യക്തമല്ലേ? പ്രതിയുടെ ബിലോങ്ങിങ്സ് കൈപ്പറ്റി എന്നതിന് വക്കാലത്ത് ഏറ്റെടുത്ത വക്കീലിന് വേണ്ടിയിട്ട് ഒരു ജൂനിയർ വക്കീലോ ക്ലർക്കോ ആരെങ്കിലും ഒപ്പിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ഉത്തരവാദിത്വം ആ വക്കാലത്ത് ഏറ്റെടുത്ത സെലിൻ വിൽഫ്രഡിനാണ്. അത് തിരിച്ചറിയാനുള്ള ബോധം കോടതികൾക്കില്ലേ? പിന്നീട് സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുകയും ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും ചെയ്തപ്പോൾ ഈ ജഡ്ജി ചെറുതാണ്, ഇദ്ദേഹത്തിൻ്റെ അല്ല എന്ന് പറഞ്ഞ് കേസ് വാദിച്ചത് ആന്റണി രാജുവാണോ? അദ്ദേഹം ആ പരിസരത്ത് പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ മാത്രം എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? അപ്പോൾ ഈ സീനിയർ വക്കീലന്മാർ ചെയ്ത ഗൗരവമേറിയ തെറ്റിൽ ഇദ്ദേഹത്തെ പെടുത്താൻ പ്ലാൻ ചെയ്തതായിരുന്നു. ഇദ്ദേഹം ആ വക്കീലന്മാരുടെ കുറ്റകൃത്യത്തിലെ ഇരയായിരുന്നു. മുൻ മന്ത്രി ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഗൗരവം കൂടുക. ഇങ്ങനെ ക്രൂരമായ ഉദ്ദേശത്തോടു കൂടി ഒരാളെ വേട്ടയാടുന്നവർ യഥാർത്ഥ പ്രതികളെ മറച്ചു വെക്കുന്നതിൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തേണ്ടതുണ്ട്.